ഉടുപ്പി ക്ഷേത്രസന്നിധിയാണ്. മധ്യത്തൊരു കുളമുണ്ട്, അവിടെ ഒരു മണ്ഡപമുണ്ട്. പിന്നെ കൃഷ്ണൻ അർജുനെ കൊണ്ടുപോയ രഥം അതുപോലെ വെള്ളത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ കാണുന്നത് ഭോജനശാലയാണ്. ക്യൂ ഭഗവാനെ ദിവ്യരൂപം വിഗ്രഹം ദർശിച്ച് അനുഗ്രഹം വാങ്ങാൻ ക്യൂ ആണ് നിൽക്കുന്നത്. ഭഗവാന്റെ രഥോത്സവത്തിന് എഴുന്നള്ളിക്കാനുള്ള രഥങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ഉടുപ്പി ക്ഷേത്ര സന്നിധിയിൽ വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ ഡ്രസ് കോഡ് നിർബന്ധമാണ്. യാതൊരു കാരണവശാലും ജീൻസ് പാൻസ് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ അനുവദിക്കുന്നതല്ല. മുണ്ടെടുക്കാം, സാധാരണ പാൻസ് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് ഷോർട്ട്സോ അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകളോ ഒന്നും പാടില്ല. ഹാഫ് സാരി പിന്നെ ചുരിദാർ, അങ്ങനെയുള്ള സംസ്കാര സമ്പന്നമായ ഡ്രസ്സിങ് പാറ്റേൺ മാത്രം അനുവദിക്കുന്ന നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പണ്ടൊരു കാലത്ത് ഞാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ജീൻസ് ധരിക്കരുത്, ജീൻസ് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കും, നമ്മുടെ കാലാവസ്ഥയിൽ ചേർന്നല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് കളിയാക്കി പരിഹസിച്ചു. എന്നാൽ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനകത്ത് ജീൻസ് ഇട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം വിവരവും ബോധവും ഉള്ള അറിവുള്ളവർക്ക് ആ സത്യങ്ങൾ കൃത്യമായിട്ടറിയാം. അനുസരിച്ചാൽ അവരവർക്കുള്ളൂ. ഉടുപ്പിയിലെ ഓരോ മഠങ്ങളാണ് എൻ്റെ മുമ്പിൽ കാണുന്ന കൃഷ്ണൻ്റെ രഥം. ഉടുപ്പി രഥോത്സവം എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണനെ വിഗ്രഹമിരുത്തി പ്രദക്ഷിണം നടത്തുന്ന രഥങ്ങളാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിനോടൊപ്പം തന്നെ 2 മഹാദേവ ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ ശ്രീ ചന്ദ്രമൗലീശ്വര ദേവസ്ഥാനം എന്ന മഹാദേവൻ്റെ ക്ഷേത്രവും മറ്റൊരു മഹാദേവൻ്റെ ക്ഷേത്രവുമുണ്ട്. ഭഗവാന്റെ നല്ല ദർശനം ലഭിക്കാനൊരു അവസരം ഭാഗ്യം കിട്ടി. ഗോവിന്ദ ഗോവിന്ദ. ഇതാണ് മറ്റൊരു മഹാദേവ ക്ഷേത്രം. കൃഷ്ണസ്വാമിയുടെ പടിഞ്ഞാറേ ഗോപുരം. ഈ മഹാദേവ ക്ഷേത്രത്തിലൂടെ കയറാം. മൊബൈൽ അനുവദിക്കില്ല. രണ്ടാമത്തെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ 2 ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന നല്ല കെട്ടുകാഴ്ചയുണ്ട്. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ അടുത്ത് തന്നെയുള്ള മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ കെട്ടുകാഴ്ചയാണ്. വളരെ മനോഹരമായ രഥഘോഷയാത്രയാണ് ഉടുപ്പി രഥഘോഷയാത്ര. എൻ്റെ രഥമാണ്. ഇതാണ് പടിഞ്ഞാറേ നട, ശ്രീകൃഷ്ണ മഠം, ഉടുപ്പി. പടിഞ്ഞാറേക്ക് ദർശനം നൽകിക്കൊണ്ടാണ് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഒരവസരത്തിൽ പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. അടുത്തുള്ള മഠത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഇവിടെയും കെട്ടുകാഴ്ചയ്ക്കെല്ലാം കൊണ്ടുപോകുന്ന രീതിയിലുള്ള നല്ല രൂപങ്ങൾ കാണാം. നമ്മുടെ നാട്ടിലും ഉത്സവ സമയങ്ങളിൽ കെട്ടുകാഴ്ചകൾ കൊണ്ടുപോകാറുണ്ട്.
അത് ഗുരുദേവ സന്നിധിയാണ്, മാധ്വാചാര്യർ. എന്തായാലും കഴിയുന്നവരെല്ലാം ഉടുപ്പി ദർശനവും നടത്തുക.